ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ. ഞാനിന്നിപ്പോൾ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്. ആരോഗ്യ ഇൻഷുറൻസ് എന്താണ്? ആരോഗ്യ ഇൻഷുറൻസ് എന്തിനു വേണ്ടിയാണ്? ആരോഗ്യ ഇൻഷുറൻസ് ആർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടത്? ആർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാതിരിക്കേണ്ടത്? യാതൊരു അസുഖമോ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ളവർ തീർച്ചയായും ഇത് കേൾക്കേണ്ട, ഈ പോളിസി എടുക്കേണ്ടതില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് സ്റ്റൈലോടെ പറഞ്ഞു കൊടുക്കുന്ന ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലിന് തേയ്മാനം, പല്ലിന് തേയ്മാനം, കണ്ണ്, കരൾ, കിഡ്നി, ലിവർ ഡിസീസ് അല്ലെങ്കിൽ ബോൺ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലൈഫ് സ്റ്റൈലും അതിനോടനുബന്ധിച്ച് ദുരിതങ്ങളും പ്രയാസങ്ങൾ, ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വരുന്നു, സമയം ചിലവഴിക്കേണ്ടി വരുന്നു, പൈസ ചിലവഴിക്കേണ്ടി വരുന്നു, ദിവസങ്ങളോളം കിടക്കുക, അതല്ലെങ്കിൽ പോകേണ്ടി വരിക, മരുന്ന് ചികിത്സ ആരംഭിക്കുക, അങ്ങനെയുള്ള ഒരു ദുരിതം പേറിയെടുക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും എല്ലാവരും അസുഖങ്ങളും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ചിലവുകളെക്കുറിച്ചും ഭയാശങ്കയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനമുണ്ടോ? അതല്ലെങ്കിൽ ആ പൈസയെ, ആ ചിലവിനെ എങ്ങനെ നമ്മൾക്കൊരു ഓവർകം ചെയ്യാം? നമ്മുടെ സേവിങ്സിനെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കടക്കണിയിലേക്ക് പോകുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഒരു ദുരിതാവസ്ഥയെ അല്ലെങ്കിൽ ദുരാവസ്ഥയെ എങ്ങനെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? അതുകൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളത് അവനവനോടുള്ള ഒരു ഉത്തരവാദിത്തം, അവനവൻ്റെ ഫാമിലിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വലായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്ലോട്ടർ പോളിസി ആയിട്ടോ ഒക്കെ എടുത്തു വെച്ചാൽ ഉണ്ടാകാവുന്ന സേവിങ്സിനെ അപഹരിക്കപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾക്കൊരു ചെറുതോ വലുതായ കടക്കണിയിലേക്ക് പോകാതെ അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച ചെറുതോ വലുതോ തുക മുടക്കി അതിനനുസരിച്ച കവർ, ഒരു പ്രൊട്ടക്ഷൻ, ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും അതിലുണ്ടാകാവുന്ന ഒരു ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറുതോ വലുതോ അല്ലെങ്കിൽ ഭാരിച്ചതായിട്ടുള്ള ഒരു സാമ്പത്തിക ബാധ്യത, കടക്കെണിയിൽ നിന്നും നമ്മൾക്ക് സംരക്ഷണമേകുന്ന പദ്ധതികളാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ്. ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നതിലൂടെ നമ്മളുടെ ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് പെട്ടെന്നുണ്ടാകുന്ന അറിഞ്ഞോ അറിയാതെ വന്നുപെടുന്ന ഈ അനാരോഗ്യ ചെലവുകൾക്ക് അതിൻ്റെ നിന്നൊരു റിലാക്സേഷൻ, അതിൽ നിന്ന് മോചിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ സ്റ്റാൻഡ് ലോൺ കമ്പനി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പെടില്ല, ഏതൊക്കെ ഹോസ്പിറ്റലുകൾ പെടും, ഏതൊക്കെ ഹോസ്പിറ്റലിൻ്റെ നെറ്റ്വർക്കിൽ പെടുന്നതാണ് ഈ കവറ്, അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ട് ഏതൊക്കെ ഹോസ്പിറ്റലുകൾ തമ്മിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ട്, ഇവ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പെടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾക്കൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം നിറവേറ്റപ്പെടാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് സ്റ്റാൻഡ് ലോൺ കമ്പനി? സ്റ്റാൻഡ് ലോൺ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ തന്നെ അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, അതുപോലെ മെഡിക്കൽ മറ്റ് ഡോക്ടേഴ്സിൻ്റെ വിങ്, അവരുടെ പ്രവർത്തന മേഖല എല്ലാം ഒരു കമ്പനിയുടെ അണ്ടറിൽ തന്നെ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഡോക്ടർമാർ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർ റൈറ്റേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും അതിന് തീരുമാനം എടുക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ ഇതെല്ലാം നിക്ഷിപ്തമാകുന്ന ഒരു പ്രവണത, അതല്ലെങ്കിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ സ്റ്റാൻഡ് ലോൺ കമ്പനി. അതിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു കമ്പനിയിലൂടെ നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് എളുപ്പത്തിൽ തീരുമാനമാകുന്നു, എളുപ്പത്തിൽ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു, അതുപോലെ ക്ലെയിം ഉടനടി തന്നെ സെറ്റിലാകുന്നു. നമ്മൾ അഡ്മിറ്റായി എപ്പോഴാണോ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കണക്ക് സെറ്റിൽമെൻറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ തീർപ്പാവുന്ന ഒരു ഫാസ്റ്റ് സർവീസ് നടക്കുന്ന ഒരു കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത്. ആ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ചും അതിനുള്ള അനുബന്ധ കുറേ കാര്യങ്ങളെക്കുറിച്ചും അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ്. അതോടൊപ്പം നമ്മൾ എല്ലാവരും തന്നെ അവനവൻ്റെ ഉത്തരവാദിത്തം, അവനവൻ്റെ ഫാമിലിയോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാകുക. അതോടൊപ്പം നമ്മൾക്ക് ക്ലെയിം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾക്ക് അതിനൊരു ആവശ്യകത വരാതിരിക്കട്ടെ. അങ്ങനെ വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ മറ്റേ കുറേ പേർക്ക്
ഈ കിട്ടുന്നതിലേക്ക് ഒരു സഹായപരമായിട്ട് നമ്മളുടെ പൈസ മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.